ഹലോ ഞാൻ ഉഷസ് പ്ലാൻസിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. DTDC കൊറിയർ വഴി മാത്രമാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത്. പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റിൻ്റെ സൈസും റേറ്റും വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. ഇതിൽ ആദ്യത്തെ പ്ലാന്റ് അലോക്കേഷ്യ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബ്ലാക്ക് CC പ്ലാന്റാണ്. താഴെയെല്ലാം കിഴങ്ങെല്ലാം വന്നു തുടങ്ങിയ നല്ലൊരു പ്ലാന്റാണത്. 100 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് സിൽവർ പ്ലേറ്റ് കലാത്തിയാണ്. ഇത് കണ്ടോ, പുതിയ ഷൂട്ട്സ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ലീഫിനെല്ലാം നല്ല വലിപ്പവും വയ്ക്കുന്ന പ്ലാന്റാണ്. 120 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ തന്നെയാണ്. റെഡും ക്രീമും ഒക്കെ കലർന്ന ഒരു ലീഫാണ് ഇതിന്. നല്ല വലിപ്പമുണ്ട്. 3-4 ലീഫൊക്കെയുള്ള പ്ലാന്റാണ്. ഇത് പീസ് ലില്ലിയാണ്, വെരിഗേറ്റഡ് പീസ് ലില്ലി. ഇതിൻ്റെ ലീഫിന് നല്ല യെല്ലോ കളറാണ്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു അഗ്ലോണിമ പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 90 രൂപയാണ്. ഗ്രീനും ആഷും കൂടി കലർന്ന ലീഫാണിത്. ഇത് പിങ്ക് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. ചെറിയ സൈസാണ്. 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതും ഒരു അഗ്ലോണിമ പ്ലാന്റ് തന്നെയാണ്. ചെറിയ സൈസാണ്. അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റാണ്. പുതിയ ലീഫെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 60 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല റെഡ് ഷെയ്ഡാണ് ഇതിൻ്റെ പുതിയ ലീഫിന്. ഇതും ഒരു ബിഗോണിയ തന്നെയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഡിഫൻബാച്ചിയ ഇനത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഗ്രീനിൽ ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. അക്കാലിഫ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. നല്ല റെഡ് കളറാണ് ഇതിൻ്റെ ലീഫിന് വരുന്നത്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയയാണ്. നല്ല പിങ്ക് ഷെയ്ഡുള്ള ബിഗോണിയ. പിങ്ക് കളർ ഫ്ലവർ ഇതിലുണ്ടാകാറുണ്ട്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അഗ്ലോണിമ പ്ലാന്റാണിത്. നാരോ ലീഫാണ്. ഇതിൻ്റെ ലീഫെല്ലാം നല്ല നീളമുള്ള പ്ലാന്റാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു ബിഗോണിയ പ്ലാന്റാണ്. ഇതിൽ വൈറ്റ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. 50 രൂപയാണ്. നല്ല ലൈറ്റ് ഗ്രീനാണ് ഇതിൻ്റെ ലീഫിന്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഡിഫൻബാച്ചിയ പ്ലാന്റാണിത്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണിത്. 100 രൂപയാണ് ഇതിന്. അടുത്തത് ഒരു ഡിഫൻബാച്ചിയ പ്ലാന്റാണ്. വേറൊരു സൈസ് ഡിഫൻബാച്ചിയാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. അഡീനിയം പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം വന്ന് തുടങ്ങാറായിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. നമ്മൾ തന്നെ കട്ട് ചെയ്ത് വെച്ച പ്ലാന്റാണിത്. ഒരുപാട് പേര് വാങ്ങിയ ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ബിഗോണിയ പ്ലാന്റാണ്. 40 രൂപയാണ് ഈ ബിഗോണിയ പ്ലാന്റിന്. ഇത് ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നമുക്കിത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റും. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 30 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയ പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൽ റെഡ് കളർ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ജിഞ്ചർ പ്ലാന്റാണിത്. ഇതിൻ്റെ ഫ്ലവറാണ് ഈ കാണുന്നത്. നല്ല റെഡ് കളറാണിത്. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. സ്നേക്ക് പ്ലാന്റാണിത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്നേക്ക് പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു ബിഗോണിയ പ്ലാന്റാണ്. ഡാർക്ക് മെറൂൺ കളറിൽ ചെറിയ ഡോട്ട് വരുന്ന ഒരു ലീഫാണിത്. പേർഷ്യൻ ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. വെയിൽ കൊള്ളുമ്പോഴാണ് ഇതുപോലെ നല്ല ഡാർക്ക് കളർ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. ഇതൊരു പീസ് ലില്ലി തന്നെയാണ്. നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമാണ്. ഇത് നോർമൽ ടൈപ്പ് പീസ് ലില്ലിയാണ്. മറ്റത് വെരിഗേറ്റഡ് ആണ്. ഇതൊരു മണി പ്ലാന്റാണിത്. സിൽവർ കളറാണ് ഇതിൻ്റെ ലീഫിന്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. റിയോ പ്ലാന്റ് പോലുള്ള ഒരു പ്ലാന്റാണ്. ആഷ് ഗ്രീൻ കൂടി കലർന്ന ലീഫാണിത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. നാരോ ലീഫാണ്. നല്ല ഡാർക്ക് ഗ്രീനാണ് ഇതിന്. വിങ്കാറോസാണിത്. 30 രൂപയാണ് ഈ പ്ലാന്റിന്. പെട്ടെന്ന് തന്നെ പൂക്കളെല്ലാം ഉണ്ടാകാറുണ്ട്. ഇതൊരു ജിഞ്ചർ പ്ലാന്റാണിത്. 60 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ്. സെനഡു ആണിത്.
ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റാണിത്. 50 രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിന്. ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ലീഫുള്ള ഒരു പ്ലാന്റാണിത്. മിലിറ്ററി കലേഡിയം പോലെയുള്ള മിലിറ്ററിക്കാരുടെ യൂണിഫോം പോലെയുള്ള ഇതാണ് ഇതിന്. ഇത് ഗ്രാസാണിത്. ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് സിങ്കോണിയം പ്ലാന്റാണിത്. 90 രൂപയാണ്. ലീഫിനെല്ലാം നല്ല പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയം പ്ലാന്റാണിത്. ഇത് നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അച്ചീമിനസ് പ്ലാന്റാണിത്. ഇതുപോലെ വയലറ്റ് കളർ ഫ്ലവർ മിക്കവാറും എപ്പോഴും തന്നെ ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് പീക്കോ കലാത്തിയാണ്. ഇതിൽ പുതിയ പുതിയ ഷൂട്ട്സ് എല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ്. അത്യാവശ്യം വലിപ്പം വയ്ക്കും. പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം വരാറുണ്ട്. 80 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റാണിത്. വയലിൻ പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് പുതിയ തൈകളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. വൈറ്റ് കളറ് സ്പൈഡർ പ്ലാന്റാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ചെമ്പരത്തിയാണ്. വൈറ്റ് കളറാണ് ഇതിൻ്റെ പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത്. ഇതിൽ റെഡ് കളർ ഫ്ലവറും ഉണ്ടാകാറുണ്ട്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു സിങ്കോണിയമാണ്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. ഇതിൻ്റെ ലീഫിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണ്. ഇതൊരു സിങ്കോണിയം തന്നെയാണ്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണിത്. നല്ല പൊക്കം വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയാണ്. 60 രൂപയാണ്. ലീഫിന് താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ്. സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരാറുണ്ട്. ഇതൊരു വിഗോണിയ പ്ലാന്റാണ്. ചെറിയ ഡോട്ടോട് കൂടിയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. യെല്ലോ ഷെയ്ഡാണ്. ഇതൊരു ഗ്രീനിലെ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് 40 രൂപയാണ്. ഗ്രീൻ ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതിനും വലിപ്പമുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. 60 രൂപയാണ്. ഇത് ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. സിൽവർ കളർ ലീഫ് വരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. 120 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബിഗോണിയ പ്ലാന്റാണിത്. പിങ്ക് കളർ ഫ്ലവർ ഇതിലുണ്ടാകാറുണ്ട്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയാണ്. നല്ല നീളമുള്ള നാരോ ലീഫാണ് ഇതിന്. 50 രൂപയാണ് ഈ കലാത്തിയയ്ക്ക്. ലോറ പെറ്റലം എന്ന് പറയുന്ന ഒരു പ്ലാന്റാണിത്. ഇതിന് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ്. വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് ഇതിൻ്റെ സൈസ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. വാണ്ടറിങ് ജൂ എന്ന് പറയുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റാണിത്. 10 രൂപയാണ്. ലീഫിന് താഴെ നല്ല വയലറ്റ് കളറാണ്. ഇതല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഗ്രീനും ആഷും കൂടി കലർന്ന ലീഫാണ് ഇതിന്. 50 രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിന്. മുറികൂടി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. 10 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതൊരു ഫിലോഡൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നല്ല യെല്ലോ കളറാണ്. നമുക്കിത് ക്രീപ്പറായിട്ടും അല്ലാതെയും നല്ല ബുഷായിട്ടും വളർത്താൻ പറ്റും. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനിൽ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയയ്ക്ക് 40 രൂപയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ്. ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. റെഡും വൈറ്റും കൂടി കലർന്ന ഫ്ലവറാണ്. വലിപ്പമുള്ള പ്ലാന്റാണ് ഇവിടെ ഇരിക്കുന്നത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതൊരു ബിഗോണിയ പ്ലാന്റാണ്. ഇതുപോലെ നല്ല പിങ്ക് കളർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത്. കട്ട് ചെയ്ത് നമുക്ക് പുതിയ പ്ലാന്റ്സുകളൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതൊരു കലാത്തിയ പ്ലാന്റാണ്. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും കൂടി കലർന്ന ഒരു ലീഫാണ് ഇതിന്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. മരമുല്ല അഥവാ മുരായ എന്ന് പറയുന്ന പ്ലാന്റാണ്. ഇതുപോലെ
മുട്ടുകളെല്ലാം വന്നു തുടങ്ങിയ പ്ലാന്റാണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റാണ്. 110 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതൊരു തൂജ പ്ലാന്റാണ്. സിൽവർ കളറാണ് ഇതിന്. 80 രൂപയാണ് ഈ തൂജ പ്ലാന്റിന്. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കലാത്തിയ പ്ലാന്റാണിത്. ഇതിൻ്റെ 1 ഷൂട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 70 രൂപയാണ് ഈ കലാത്തിയ പ്ലാന്റിന്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത്. അരേലിയ പ്ലാന്റാണ്. നല്ല ഡാർക്ക് ഗ്രീൻ കളർന്ന ലീഫാണിതിന്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. സാറ്റിൻ പോത്തോസ് എന്ന് പറയുന്ന ഒരു മണി പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റും. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു അരേലിയ പ്ലാന്റ് ആണ്. നല്ല യെല്ലോ കളറ് ഷെയ്ഡ് വരുന്ന അരേലിയയ്ക്ക് 70 രൂപയാണ്. നല്ല ബോൾ പോലെയൊക്കെ നമുക്ക് വെട്ടി നിർത്താവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. കോളിയാസ് ആണിത്. 25 രൂപയാണ് ഈ പ്ലാന്റിന്. ഗ്രീനിൽ നല്ല മെറൂൺ ഷെയ്ഡാണ്. ഇത് ഡക്ക് പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ്. നമുക്കിത് ക്രീപ്പറായിട്ടും മറ്റും വളർത്താൻ പറ്റും. 60 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് ഫിലോഡ്രൻഡോൺ വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ്. നല്ല റേറ്റുള്ള പ്ലാന്റ് ആണത്. 100 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ലീഫ്. അടുത്തത് ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഈ സിങ്കോണിയത്തിന്. വൈറ്റ് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. അടുത്തത് ഒരു ഡ്രസീന പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ലീഫിന് സൈഡിലെല്ലാം നല്ല പിങ്ക് ഷെയ്ഡാണ്. ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണിത്. 35 രൂപയാണ്. വയലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകാറുണ്ട്. ഇത് സിങ്കോണിയം ആൽബോ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇതുപോലെ ലീഫെല്ലാം നല്ല വൈറ്റ് ഷെയ്ഡാണ് വരുന്നത്. ബട്ടൺ ഫേൺ ആണിത്. നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഈ ഫേണിന്. അടുത്തത് ഒരു ഫേൺ തന്നെയാണ്. ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 50 രൂപയാണ് ഈ ഫേണിന്. അടുത്തത് ഒരു ഫേൺ തന്നെയാണ്. നമുക്ക് ഹാങ്ങിങ് ആയിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. 70 രൂപയാണ്. ഒരുപാട് പേര് വാങ്ങിച്ച ഒരു പ്ലാന്റ് കൂടിയാണിത്. സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. പെട്ടെന്ന് തന്നെ തൈകളെല്ലാം വരുന്ന ഒരു പ്ലാന്റാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. 90 രൂപയാണ് ഈ പ്ലാന്റിന്. ബാമ്പു ആണിത്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു ബാമ്പു പ്ലാന്റ് തന്നെയാണ്. ഡാർക്ക് ഗ്രീൻ ലൈറ്റ് ഗ്രീനും കൂടിയാണ് ഇതിൻ്റെ ലീഫിന്. 50 രൂപയാണ് ഈ ബാമ്പുവിനും. അടുത്തതൊരു ചെത്തിയാണ്. കുറ്റി ചെത്തി. ഇതുപോലത്തെ ഫ്ലവറാണ് ഉണ്ടാകുന്നത്. മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഡിഫൻബാച്ചിയ പ്ലാന്റ് ആണിത്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. നല്ല ഭംഗിയാണ്. നല്ല യെല്ലോ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന്. ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ്. 40 രൂപയാണ്. നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണിത്. പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണിത്. മിക്കവാറും എപ്പോഴും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ചെത്തിയാണ്. ഇതാണ് ഇതിൻ്റെ ഫ്ലവർ. 60 രൂപയാണ്. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ്. പുതിയ ചീരങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള ഒരു പ്ലാന്റാണ്. റിബൺ പ്ലാന്റ് ആണിത്. ഇത് നമുക്ക് ബോർഡറായിട്ടും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റും. 50 രൂപയാണ് ഈ പ്ലാന്റിന്. മിൽക്കി ബാമ്പു എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണിത്. നല്ല ഭംഗിയാണിത് കാണാനായിട്ട്. നല്ല റെഡ് കളറാണ്. 50 രൂപയാണ് ഈ പ്ലാന്റിന്. സിങ്കോണിയം പ്ലാന്റ് ആണ്. ഗ്രീനിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഈ സിങ്കോണിയത്തിന് 35 രൂപയാണ്. അടുത്തതും ഒരു സിങ്കോണിയം തന്നെയാണ്. ക്രീമും ഗ്രീനും കൂടി കലർന്ന ലീഫാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു ബാമ്പു ആണ്. നമുക്ക് വൈറ്റ് പോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് സിറ്റ് ഔട്ടിലൊക്കെ വയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. 50 രൂപയാണ് ഈ പ്ലാന്റിന്. സ്പൈഡർ പ്ലാന്റ് ആണിത്. സീബ്ര പ്ലാന്റ് ആണിത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. ഫിലോഡെൻഡ്രോൺ വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. നാരോ ലീഫാണിത്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതും ഇതുപോലുള്ള പ്ലാന്റ് തന്നെയാണ്. പക്ഷേ ചെറിയ ലീഫാണിതിന്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. എപ്പീസിയ പ്ലാന്റ്സ് ആണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. റെഡ് കളർ ഫ്ലവർ ഇതിലുണ്ടാകാറുണ്ട്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തതും എപ്പീസിയ തന്നെയാണ്. പിങ്ക് കളർ ലീഫാണ്.
പിങ്ക് കളർ ഫ്ലവറാണ്. ലീഫ് നല്ല വെൽവെറ്റ് പോലെയാണ് ഇരിക്കുന്നത്. നല്ല മെറൂൺ കളർ ലീഫിൽ പിങ്ക് ഷെയ്ഡാണ് ഇതിന് വരുന്നത്. ഇത് ക്രീപ്പിംഗ് ബിഗോണിയ എന്ന് പറയുന്ന പ്ലാന്റാണ്. 40 രൂപയാണ് ഈ പ്ലാന്റിന്. അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ്. ഇതിൻ്റെ ലീഫ് പുതുതായിട്ട് വരുന്നതല്ല, ഇതുപോലെ നല്ല റെഡ് കളറാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇതൊരു സിങ്കോണിയം പ്ലാന്റാണ്. യെല്ലോയും റെഡും കൂടി കലർന്ന ലീഫാണ്. 35 രൂപയാണ് ഈ പ്ലാന്റിന്. ഇത് വൈറ്റ് സിങ്കോണിയമാണ്. 50 രൂപയാണ് ഈ സിങ്കോണിയം പ്ലാന്റിന്. ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ്. പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ ചോക്ലേറ്റ് കളറാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.